ചരിത്രപ്രസിദ്ധമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭരണഘടനയിലെ ഒരു വ്യവസ്ഥയായ ആർട്ടിക്കിൾ 200 അനുസരിച്ച് സംസ്ഥാന ഗവർണർമാർക്കുള്ള അധികാരം വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിൽ ആകമാനമുള്ള ഗവർണർമാരെ ബാധിക്കുന്ന ഒരു വിധി എന്നതിനപ്പുറമായി ഭരണഘടനാപരമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിന് പ്രധാന കാരണമായി ഭവിച്ചത് പല സർക്കാരുകളും അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണറുമായി പല കാരണങ്ങളാൽ ആക്ഷരികമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും അവിടുത്തെ മന്ത്രിസഭയും തമ്മിൽ പല വിഷയങ്ങളിൽ അഭിപ്രായ തർക്കങ്ങൾ അതിരൂക്ഷമായി നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയത്തക്ക സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരള, കർണാടക തുടങ്ങിയവ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനങ്ങളൊക്കെ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേന്ദ്രത്തിന്റെ പ്രതിനിധിയായി ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഗവർണർമാർ അതാത് സംസ്ഥാനത്തുള്ള ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഗുരുതരമാക്കാൻ ഉണ്ടായ പ്രധാനമായ കാരണം. ഇപ്പോൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്ന വിധി അനുസരിച്ച് ഒരു കാര്യം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതിന് അന്തിമമായി ഒരു തീരുമാനമായിരിക്കുകയാണ്. അതിൻ്റെ മുഖാന്തരമായത് തമിഴ്നാട് ഗവർണർ എടുത്തതായ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസാണ്. അതായത് തമിഴ്നാട് നിയമസഭ ഭരണഘടനാപരമായി പാസാക്കിയതായ ഏതാണ്ട് 1 ഡസനോളം ബില്ലുകൾ വർഷങ്ങളും മാസങ്ങളുമായി അതിന് അനുവാദം കൊടുക്കാതെ ഗവർണർ തടഞ്ഞു വച്ചിരിക്കുകയും കുറേ കാലം തടഞ്ഞു വെച്ചതിന് ശേഷം അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു കൊടുക്കുകയും ചെയ്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ഭരണഘടന അനുസരിച്ച് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ സ്വാഭാവികമായി അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ബില്ലിനെ സംബന്ധിച്ച് ഗവർണർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സംശയ നിവാരണത്തിനായി സർക്കാരിനോട് ആവശ്യപ്പെടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗവർണർക്ക് ആ ബില്ല് മടക്കി മന്ത്രിസഭയ്ക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ മന്ത്രിസഭയ്ക്ക് അയച്ചു കൊടുക്കുന്ന ബില്ലുകൾ വീണ്ടും അതേ രീതിയിൽ അല്ലെങ്കിൽ നേരിയ ഭേദഗതികളോടുകൂടെ നിയമസഭ പാസാക്കുകയാണെങ്കിൽ നിർബന്ധമായും ഗവർണർ അതിന് അംഗീകാരം കൊടുക്കണം. മൂന്നാമത് ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം എന്ന് പറയുന്നത് തിരിച്ചയക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഗവർണർക്ക് ഇതിനെ മേൽ തീരുമാനമെടുക്കാൻ എന്തോ പ്രയാസമുണ്ടെന്ന് തോന്നിയാൽ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് നിലവിലിരിക്കുന്നതായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ഈ വ്യവസ്ഥകളൊക്കെ പാലിക്കുന്നതിന് ഒരു സമയനിഷ്ഠമായ അല്ലെങ്കിൽ സമയബന്ധമായ ഒരു ടൈം ടേബിൾ ഇല്ല. അതായത് ഗവർണർക്ക് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അയച്ചു കൊടുത്താൽ എത്ര നാളുകൾക്കകം അത് പാസാക്കി സമ്മതത്തോടുകൂടി മടക്കി അയക്കണം, എത്ര നാളുകൾ സമ്മതമില്ലാതെ തന്നെ രാജ്ഭവനിൽ അത് പിടിച്ചു വയ്ക്കാം, അത് തന്നെ എത്ര കാലം കഴിഞ്ഞ് പിടിച്ചു വെച്ചതിന് ശേഷം രാഷ്ട്രപതിക്ക് അയക്കാം, രാഷ്ട്രപതിക്ക് അത് എത്ര കാലം പിടിച്ചു വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തതയാണ് ഇത്രയും കാലങ്ങളായി ഇന്ത്യ മഹാരാജ്യത്ത് വർഷങ്ങളായി അല്ലെങ്കിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്നത്. അപ്പോൾ അത് വളരെ നിഷേധാത്മകമായി ഉപയോഗിച്ചുകൊണ്ട്, ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പല ഗവർണർമാരും ചില സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കേരളവും ആ പട്ടികയിലാണ്. ഇപ്പോൾ ഇന്ന് പുറപ്പെടുവിച്ച വിധി അനുസരിച്ച് വളരെ വ്യക്തമായി സുപ്രീം കോടതി അതിശക്തമായ വിമർശനങ്ങളോടുകൂടി ഗവർണർമാരുടെ നിലപാടിനെതിരായിട്ടുള്ള കർക്കശമായ വിമർശനങ്ങളോടുകൂടിയാണ് വ്യക്തത വരുത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞിരിക്കുന്നത് നിയമസഭ യഥാവിധം
പാസാക്കി അയക്കുന്ന ബില്ലുകൾ പരമാവധി 1 മാസത്തിനകം ഒന്നുകിൽ അത് പാസാക്കി അംഗീകാരം കൊടുത്ത് മടക്കി കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ സംശയ നിവാരണം വരുത്തുന്നതിന് വേണ്ടി മടക്കി അയച്ചിട്ട് വീണ്ടും നിയമസഭ അത് അംഗീകരിച്ചയക്കുമ്പോൾ നിർബന്ധമായി അത് മടക്കി അയച്ചു കൊടുക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ അതിൽ അകത്തും നിൽക്കുന്നില്ല എങ്കിൽ അത്യപൂർവമായ അല്ലെങ്കിൽ അപൂർവമായ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാനുള്ള അധികാരം നിലനിൽക്കുന്നുണ്ട്. അവിടെയും 3 മാസത്തിനകം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്ത് ഒരു തീരുമാനത്തിനായി നടപടികൾ സ്വീകരിക്കണം എന്നും ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് 1 മാസത്തിനകം നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തിനകം അത് കൂടുതൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ സമയബന്ധിതമായി ഇതിന്മേൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നത്, തീർച്ചയായും ഭരണഘടന അനുസരിച്ച് ഗവർണർമാർക്ക് അതാത് സർക്കാരുകളുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. ഒരു ഗവർണർക്കും വീറ്റോ അധികാരമില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ തമിഴ്നാട് ഗവർണറെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ജനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഒരു കാരണവശാലും വീറ്റോ ചെയ്യുന്നതിനോ അതിന്റെ മുകളിൽ ഗവർണർ അടയിരിക്കുന്നതിനോ ഈ പറയുന്ന ഒരു ഗവർണർക്കും അധികാരമില്ല. അത് ഇന്ത്യയിലുള്ള എല്ലാ ഗവർണർമാർക്കും ബാധകമാണ് എന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിലുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ പറയട്ടെ, കേരള സർക്കാരിന്റെ കേസും ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്. കേരള സർക്കാരിന്റെയും നിയമസഭ പാസാക്കിയ പല ബില്ലുകളും മുൻപ് നമുക്കറിയാം, ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്നപ്പോൾ പല ബില്ലുകളും ഒപ്പിടാതെ ഇരിക്കുകയും ചില ബില്ലുകളൊക്കെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്ത് അതിൽ അസന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ ലോകായുക്ത നിയമം, അതുപോലെ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർമാരെ മാറ്റുന്ന നിയമം, അങ്ങനെ നിരവധി നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ബില്ലുകൾ പാസാക്കി കേരള നിയമസഭ അയച്ചപ്പോൾ അത് നിഷ്കരുണം തള്ളുകയോ കൊള്ളുകയോ തീരുമാനമെടുക്കുകയോ ഒക്കെ ചെയ്യാതെ ബോധപൂർവം പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു സാഹചര്യം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന കാലത്തുണ്ടായിരുന്നു. അന്ന് ഇതിനെതിരായി ഫയൽ ചെയ്ത ഒരു കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അത് കേരള സർക്കാരിന്റെ കേസാണ്. അത് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിന്മേലുള്ള വാദം മെയ് മാസം 13-ാം തീയതി കേൾക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിനും ഇപ്പോൾ പുറപ്പെടുവിച്ച വിധിയിൽ സമാനമായ ഒരു വിധി തന്നെ ഉണ്ടാകും. അതുകൊണ്ട് കേരള ഗവൺമെന്റിനും ഇതൊരു വലിയ ആശ്വാസമാണ് ഈ വിധി. അതുപോലെ തന്നെ BJP ഇതര സർക്കാരുകൾക്കെല്ലാം തന്നെ ഇന്ത്യയിൽ ആശ്വാസകരമായ ഒരു വിധിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200 അനുസരിച്ച് സംസ്ഥാന ഗവർണർമാരുടെ അധികാരങ്ങൾ വളരെ വ്യക്തമായി നിർവചിക്കുന്നതായിട്ടുള്ള ഒരു വിധിയായി കൂടി ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. BJP ഇതര സർക്കാരുകൾക്കൊക്കെ ഏറെ ആശ്വാസം നൽകുന്ന, ഇപ്പോൾ സംഘർഷത്തിലായിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കർണാടക ഉൾപ്പെടെയുള്ള BJP ഇതര സർക്കാരുകൾക്ക്, കേരളം പ്രധാനമായിട്ടും ഒക്കെ ഉള്ള സർക്കാരുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. ഗവർണർമാർക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഭരണഘടനയുടെ ഒരു നല്ല വ്യാഖ്യാനമാണ്. ഇത് BJP സർക്കാരോ BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്കോ ഒരു തിരിച്ചടി കൂടിയാണ് എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. കാരണം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കേന്ദ്ര സർക്കാർ, അത് ഏത് കേന്ദ്ര സർക്കാരാണെങ്കിലും ശരി, ആ പ്രവണത ശരിയല്ല, അത് അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ എന്ന ശക്തമായ ഭാഷയിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് സർവാത്മന സ്വാഗതം ചെയ്യപ്പെടുകയാണ്. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ വിധി എന്ന് കേരളത്തിലെ UDFും LDFും ഒരുപോലെ പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ ഈ വിധിയെ ഇതിനോടകം സ്വാഗതം ചെയ്തു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ നിലപാടാണ്
തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. കേരളത്തിലെ UDFും ഈ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അപ്പൊ UDF ആകട്ടെ LDF ആകട്ടെ BJP ഇതര സർക്കാരുകൾ മുന്നണി എന്ന രീതിയിൽ ഈ സുപ്രീം കോടതി വിധിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അത് BJPക്ക് ഏറ്റ ഒരു വലിയ അടി തന്നെയാണ്. ജനാധിപത്യ മൂല്യത്തിന്റെ ഒരു വലിയ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി കൂടിയാണ് എന്നാണ് ഇതിനെ ഭരണകർത്താക്കളും നിയമ വിദഗ്ധന്മാരും പൊതുസമൂഹവും കാണുന്നത് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം.